അല്ലേ ഈ എന്താ അവിടെ ഈ ഷോപ്പൊക്കെ ഒഴിവാക്കിയോ ഈ? ഞാനിപ്പോ പേടി ഒഴിവാക്കിയടോ. എന്താ അറിയോ, ആൾക്കാരൊക്കെ ഇപ്പേ റോട്ടുമലേക്കാ വരുന്നത്. റോട്ടുമല് ചാടിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടം. അല്ല, പീടിയന്റെ ഉള്ളിലേക്കൊന്നും ഇപ്പൊ ആരും വരുന്നില്ല. നമ്മളാണെങ്കിൽ 2 ലക്ഷം രൂപ അഡ്വാൻസും കൊടുക്കണം, 10-30 രൂപ വാടകയും കൊടുക്കണം. അപ്പൊ ഏറ്റവും നല്ല എന്താ, ഒരു 2 ബെഞ്ചും കുറച്ച് ബന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് റോട്ടുമലേക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും ലാഭം അതാ. അല്ലടാ, ഈ ഇത്രയും വെറൈറ്റി ചായ ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. എനിക്കൊരു രസം കേൾക്കണം. ഞാനേ ചായ 10 ഉറുപ്പ്യായിട്ട് എത്ര കാലായിന്നറിയോ ഒരു 12 ആക്കാൻ വേണ്ടി നോക്കുന്നത്. ഇതുവരെ എനിക്ക് കഴിഞ്ഞില്ല. അതിനു വേണ്ടി റോട്ടുമലേക്ക് ഇങ്ങോട്ടപ്പോ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഈ ചായന്റെ ഒക്കെ പേരങ്ങോട്ട് മാറ്റിക്കാൻ. ഇറാൻ ചായ, ജപ്പാൻ ചായ, ചൈന ചായ, അമേരിക്കന്റെ ചായന്റെ ഒക്കെ വില. അമേരിക്കൻ ചായ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്, അതിന് 250 ഉറുപ്പ്യ വിലയായിരുന്നു. ഞാൻ ആലോചിച്ച് നോക്ക്, ആൾക്കാർക്ക് എന്തെങ്കിലും പേര് മാറി കിട്ടിയാൽ എത്ര ഉറുപ്പ്യ വേണമെങ്കിലും തോന്നിട്ട്. അല്ലേ അന്നപ്പോ ഈ രാജ്യങ്ങളിലെ പൊടിയൊക്കെ അങ്ങ് എഴുതാൻ കിട്ടുന്നത്. അതാണ് മോനെ ഏറ്റവും വലിയ കോമഡി. എല്ലാം ഒരേ ചായപ്പൊടി തന്നെയാടോ. അതൊന്നും ആൾക്കാർക്ക് പ്രശ്നമല്ല, പേര് മാറിയാ മതി. പണ്ട് ഞങ്ങൾ ചായക്ക് വില കൂട്ടാൻ വേണ്ടി സമരം ചെയ്താ ഒന്നും നടന്നില്ല. ആ സമയത്താണ് എന്റെ കടയില് ഒരാള് വന്നു, ബന്നിന് എത്ര വിലാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ബന്നിന് 10 ഉറുപ്പ്യ. അപ്പൊ എന്നോട് പറയാ 5 ഉറുപ്പ്യന്റെ മേലോട്ട് ബന്നിന് വില എടുത്താല് എന്നെ കണ്ണാൻ തച്ചൊട്ടിക്കും. അങ്ങനത്തെ ഇപ്പൊ ഈ ബന്നിന് പേരങ്ങോട്ട് മാറ്റി മസ്കാ ബന്നിന്നാക്കിയപ്പോ 50 ഉറുപ്പ്യ മുതല് ഞാനിപ്പം വേറൊരു പേരും കൂടിയും കൂട്ടിയിട്ടുണ്ട്, മസ്കാ റുമാരി. അതുകൊണ്ട് തന്നെ 100 രൂപ 80 രൂപക്കാണ് ഈ ബന്നിന് ഇപ്പൊ വിൽക്കുന്നത്. കുറച്ച് ക്രീം അങ്ങ് പരത്തി കൊടുത്തു, എന്നാലും കുഴപ്പമില്ല. നമ്മളെ പോക്കറ്റിലേക്ക് എത്ര പോന്ന്, 100 രൂപ പോന്നോ. ഇനിയിപ്പോ നമ്മൾ പീഡിയന്റെ പറയുകയാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ പീഡിയ തുറന്നാല് ഹെൽത്താര്, ഫുഡ് സേഫ്റ്റിക്കാര്, പൊല്യൂഷന്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ ചൊറകള്. ഇത് റോട്ടുമേൽ അങ്ങോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാല് നമ്മൾ റോഡ് ടൈൽസ് ഇടുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. വൈകുന്നേരം കൊണ്ട് സാധനവും എല്ലാം കൂടി അങ്ങോട്ട് പെറുക്കി റോട്ടുമേലെ ഇങ്ങോട്ട് വരിക, രാത്രി ആകുമ്പോൾ എല്ലാം പെറുക്കിയിട്ട് പുരയിലും പോവാ. വാടകയും കൊടുക്കണ്ട, കറണ്ട് ചാർജും കൊടുക്കണ്ട, വേസ്റ്റിന്റെ പൈസയും കൊടുക്കണ്ട. അപ്പൊ ഈ പറയും ഏതാക്കി ലാഭം? ലക്ഷങ്ങൾ മുടക്കി തുടങ്ങണ ഓരോ കച്ചവടവും ഇങ്ങനത്തെ ഒക്കെ കാരണം കൊണ്ടല്ലേ കൂട്ടി പോന്ന്.